കണ്ണൂര് വിയ്യൂര്, പിന്നെ വിയ്യൂര് കണ്ണൂര്, ഇങ്ങനെ മാറി മാറി ജയിലിൽ കിടന്നവനാ ഞാൻ. നിന്നെ പോലെ തറവാട്ടി പറഞ്ഞൊരു തെണ്ടിയെ ഞാൻ ഇതുവരെ ജയിലിൽ കണ്ടിട്ടില്ല. ആ ശിവശങ്കരൻ മുതലാളിയുടെ അനിയൻ രാജശേഖരൻ ചെറ്റ നിനക്കിട്ട് കുറെ താങ്ങിയതല്ലേ? ആ കഴിവേറി മോനെയാ ഇവൻ തട്ടിയത്. മറ്റേ വീടി ഒരെണ്ണം കൊടുക്കളിയാ, അവനൊരു മനസമാധാനം കിട്ടട്ടെ. വെടിക്കെട്ട ഏറ്റവും അളിയാ. ശിവരാജ്, നിനക്കൊരു വിസിറ്റ് ഉണ്ട്. പേര് ശിവരാജൻ അല്ലേ? ശിവരാജൻ എന്നാണോ അതോ മോഡേൺ ആയിട്ട് ശിവരാജ് എന്നാണോ? രണ്ടായാലും പേരെനിക്ക് ഇഷ്ടപ്പെട്ടു. എന്റെ പേര് തന്നെ. ജനിച്ചപ്പോ അമ്മ എനിക്കിട്ട പേരെന്താണെന്നറിയോ? ശിവശങ്കരൻ പിള്ള, ശിവശങ്കരൻ മുതലാളി. എന്റെ സിംഗടിയാ. 16 വർഷമായി കൂടെ നിൽക്കുന്നു. ആള് ബഹുമെടുക്കണ. പക്ഷേ ഇപ്പോഴും എന്നെ ശരിക്കും അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. അതൊക്കെ പോട്ടെ. കഴിഞ്ഞ ദിവസം പത്രം വായിച്ചപ്പോഴല്ലേ ഞാൻ അറിയുന്നത് നീ ഇങ്ങനൊരു കേസിൽപ്പെട്ട വിവരം. സത്യം പറയാലോ, ആള് ക്രിമിനലാണെന്ന് കേട്ടപ്പോ ഞാൻ കരുതി ഇവനെ പോലും പൊങ്ങനായിരിക്കുന്നു. പക്ഷെ നീ ആള് സുന്ദരനല്ലേ? മിസ്റ്റർ ശിവരാജ്, വിസിറ്റർക്ക് പറയാനുള്ളത് കേട്ടിട്ട് പോയാൽ മതി. എനിക്ക് ഇയാളെ അറിയില്ല. നീ കൊള്ളാവല്ലോടാ. നിന്നെ പരിചയപ്പെടാനല്ല ഞാൻ വന്നത്. എനിക്കൊരു അനിയൻ കുട്ടിയുണ്ടായിരുന്നു, രാജശേഖരൻ. അനിയനല്ല, അവനെന്റെ വലം കൈയായിരുന്നു. കഴിഞ്ഞ 29 രാത്രി ഒരു കള്ള കഴുവാടവാൻ അവന്റെ നെഞ്ചിലിട്ട് കത്തിയിറക്കി. അവനെ ഒന്ന് നേരിട്ട് കാണാനാ ഞാൻ വന്നത്. അതിവൻ തന്നെയാ മുതലാളി, സുൽത്താൻ ശിവൻ. ഞാനെന്താ കണ്ണൂട്ടനാണോ? ഇവനും മധുരം കൊടുക്കാനല്ല ഞാൻ വന്നത്. നീ ജാമ്യത്തിൽ ഇറങ്ങടാ, അതിന് വഴി ഞാനുണ്ടാക്കും. എന്നിട്ട് നമുക്ക് വിശദമായിട്ടൊന്ന് കാണാം. വാടാ. ഒരു പിള്ള ഇറങ്ങുമ്പോഴേക്കും മറ്റൊരു പിള്ള എത്തി. കേശവളിച്ചേട്ടൻ്റെ ഇവിടെ? താനെന്താ ഇവിടെ? ചുമ്മാ. ഞാനും ചുമ്മാ. എനിക്ക് ആ ടിപ്പു സുൽത്താനെ ഒന്ന് കാണണം. സുൽത്താൻ ശിവനെ. അയ്യോ, ശിവശങ്കര പിള്ള സാർ ഇപ്പൊ സുൽത്താനെ കണ്ട് ഇറങ്ങിയതേ ഉള്ളൂ. അതെന്താ ശിവശങ്കരൻ കണ്ടാ പിന്നെ എനിക്ക് കണ്ടുകൂടാന്നുണ്ടോ? ഇയാൾ അവനെ പിടിച്ച് വിഴുങ്ങിയിട്ടൊന്നും ഉണ്ടോ? അതല്ല സാർ, ശിവരാജനെ കാണാൻ ഇന്ന് ഒരാൾക്കേ പെർമിഷൻ ഉള്ളൂ. സാർ നാളെ രാവിലെ വന്നോളൂ. നാളെ രാവിലെ അവനൊരു വിസിറ്റർ ഉണ്ടെന്ന് പറയണ്ട, ഒരു കില്ലർ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. കില്ലർ കേശവ്. തേങ്ങാക്കൊല പോ. ഇപ്പഴാ ശരിക്കും കണ്ടത്. ഈ വേഷം സാറിന് നല്ലത്. നല്ല ചേർച്ചയുണ്ട്. ഇതൊരു ഫാമിലി ട്രിപ്പാണെന്ന് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഞാൻ തന്നെ കൂടെ കൂട്ടിയത്. അനാവശ്യമായ കമന്റ്സ് ഒന്നും വേണ്ട. ഊർമിള പറഞ്ഞതിൽ തെറ്റില്ല സാർ. സാറിന് ഈ വേഷം മതി, സപ്പോർട്ട് വേണ്ട. കിഡ്നാപ്പിംഗ്, ചേസിംഗ്, ഫൈറ്റിംഗ്, അതിനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അതിന് യോജിച്ചൊരു വേഷം ധരിച്ചു, അത്രേ ഉള്ളൂ. അല്ലാതെ ഞാനൊരു സ്ഥിരം ഗുണ്ട ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഉച്ചയ്ക്ക് എനിക്കൊരു ഓട്ടം ഉണ്ടായിരുന്നു. നമ്മൾ എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്ന് അറിയാം? ജാമ്യത്തിൽ ഇറങ്ങുന്ന ഒരു ജയിൽ പുള്ളിയെ കിഡ്നാപ്പ് ചെയ്യാൻ, അല്ല തലവേദനയ്ക്ക് മരുന്ന് വാങ്ങാനല്ല. അവനെ ഇങ്ങോട്ട് കൈ കെട്ടിയാ പിന്നെ താൻ വേറെ ഓട്ടം നോക്കണ്ട. ഓട്ടത്തോടെ ഓട്ടോ. അയ്യോ, തലപോണ കേസിലൊന്നും ഞാനില്ല. എനിക്ക് 2 ഭാര്യ, ഒരു കുട്ടിയുള്ളതാ. എന്താ ഈ മൈക്കുളന്മാരുടെ പേര്? ഇവരെ ഗുണ്ടകളെന്ന് വിളിക്കരുത് സാർ. പിന്നെ എന്താണോ ഇവരുടെ പേര്? ഒരാൾ സത്യചന്ദ്രൻ, ഒരാൾ ഹരിചന്ദ്രൻ, ഒരാൾ സൗമ്യശീലൻ. പ്രസന്റ് സാർ. നല്ല സ്വഭാവ ഗുണമുള്ള ഭീകര ഗുണ്ട. താങ്ക് യു സാർ. താൻ ഇവര് ആശ്രമത്തിൽ നിന്നാണോ വിളിച്ചത്? തയ്യാറായി നിന്നോളൂ. അയ്യോ, പറ്റിച്ചു. എവിടെ പോയി?
ശിവ നീ ഞാൻ പറയുന്നൊന്ന് കേക്ക്. അന്ന് രാത്രി പാർട്ടി നടന്നപ്പോ നീ അല്ലേ എന്റെ ബൈക്ക് എടുത്തോണ്ട് പോയത്? ശിവ പ്ലീസ്. ശിവ അവനെ വിട്, ഞാൻ പറയാൻ നടന്ന എന്തൊക്കെയാണ്. നീ ഒരു അക്ഷരം മിണ്ടരുത്. ഇവർ ഒറ്റൊരുത്തനെ എന്റെ ജീവിതം വിളക്കൊന്നും നീയല്ലേ? എടാ ഞാനല്ല. കള്ളം പറയുന്നോടാ. എന്റെ ബൈക്ക് ഹോട്ടലിൽ കണ്ടതിന് സാക്ഷികളുണ്ട്. അവനെ ജീവൻ പണയം വെച്ച് നിന്നെ അവിടുന്ന് പൊക്കിയത് ഇവിടെ വന്ന് തല്ലുണ്ടാക്കാനല്ല. ഭാഗ്യത്തിന് നിന്നെ ഞങ്ങളുടെ കൈ കിട്ടി. ആ പിള്ളമാരുടെ കയ്യിലെങ്ങാനും കിട്ടിയിരുന്നെങ്കിൽ അവര് നിന്നെ കൊന്ന് കൊക്കയിലറിഞ്ഞേനെ. അതായിരുന്നു നല്ലത്. അത്രയ്ക്ക് നല്ല സമ്മാനമാണല്ലോ നീയൊക്കെ കൂടെ എനിക്ക് തന്നത്. നിന്റെ ബൈക്ക് ഇവനെ കൊണ്ടുപോയതെന്ന് നീ പോലീസിനോട് പറഞ്ഞോ? വേണമെങ്കിൽ പറയായിരുന്നു, നിങ്ങളുടെ അഡ്രസ്സും മൊബൈൽ നമ്പറും എല്ലാം. പക്ഷെ നിങ്ങൾ ഈ തെണ്ടിത്തരം ചെയ്തെങ്കിലും സ്നേഹിച്ച കൂട്ടുകാരെ ചതിക്കാൻ എനിക്ക് മനസ്സ് വന്നില്ല. എടാ സത്യം മനസ്സിലാക്കാതെയാ നീ. അതുകൊണ്ടാണല്ലോ ഞാൻ നിങ്ങളെയൊക്കെ വിശ്വസിച്ചത്. നിങ്ങളൊക്കെ സേഫാണ്. പോലീസിന് സത്യം അറിയണമെന്നില്ല. എല്ലാം എന്റെ തലയ്ക്ക് വീണില്ലേ? ഹാ, നീ പിന്നെ ഇവനെ തെറ്റിദ്ധരിക്കല്ലേ. അന്ന് രാത്രി ഇവന്റെ കൂടെ വന്ന അനിലില്ലേ, അവനാ ഇതെല്ലാം ചെയ്തത്. എന്നെ വിശ്വസിപ്പിക്കാനുള്ള പുതിയ തന്ത്രം. കേശവിള്ളയ്ക്ക് വേണ്ടി ഗുണ്ടാപ്പണി, വണ്ടിപിടുത്തം, കുഴൽപ്പണം കടത്ത്, ഇതൊന്നും ഇത്ര കാലമായിട്ട് നിങ്ങൾ ആരും എന്നോട് പറഞ്ഞില്ലല്ലോ. ആ കേശവിള്ളയുടെ ഓഫീസിൽ നിങ്ങളെല്ലാം കൂടെ എന്നെ തലവനാക്കിയത്. അയാൾക്ക് വേണ്ടി ചെറിയ ചില വൃത്തികേടുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. അത് പോക്കറ്റ് മണി ഉണ്ടാക്കാൻ ചില്ലറ ചില തരികിടകൾ. അതൊക്കെ ഇവനോട് തുറന്നു പറയണമെന്ന് അന്നേ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ. അതൊരു തെറ്റായിപ്പോയി, സമ്മതിക്കുന്നു. വെള്ളം അടിച്ച് ഫിറ്റായി ഇവൻ ആ പെണ്ണുമ്പിളടുത്തേക്ക് ഓടിയതാ ഇതിനൊക്കെ കാരണം. ഇവന്റെ ആ വൃത്തികെട്ട സ്വഭാവ നിന്നെ കുടുക്കിയത്. ഇവന്റെ ഫ്രണ്ട് അനില, ആ സുജാതക്കന്റെ ഏജന്റ്, ഇവനെ അവിടെ മയക്കി കടത്തി നിന്റെ ബൈക്കും കൊണ്ടുപോയി അവനായി പണി ഒപ്പിച്ചത്. അതെ, നീ പിടിയിലായ ശേഷം ഈ പന്നിനതൊക്കെ ഞങ്ങളോട് പറയുന്നത്. 2 ആഴ്ചയായി ഞങ്ങൾ അനിലിനെ തിരയാൻ തുടങ്ങിയിട്ട്. സുജാതാക്കിന് വീട് കൂട്ടിയിരിക്കുക. സോറിടാ, കുറച്ചൊക്കെ വൃത്തികേട് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ നിന്നെ ചതിച്ചു എന്ന് മാത്രം പറയരുത്. അനിലിനെ ഞാൻ കണ്ടുപിടിക്കും. എന്തിന്? പ്രതി ഇനി ആരായാലെന്താ? ഒരു ജീവിതം മുഴുവൻ മകനെ ഡോക്ടറാക്കാൻ പാടുപെട്ട എൻ്റെ അച്ഛനെയും അമ്മയും ഞാൻ എന്ത് പറഞ്ഞടാ സമാധാനിപ്പിക്കുക? അന്ന് സ്റ്റേഷന് മുന്നിലൂടെ എന്നെ വലിച്ചഴിച്ച് കൊണ്ടുപോയപ്പോൾ അച്ഛനും അമ്മയും നിഷിയൊക്കെ ഒരായുസ് മുഴുവൻ കെട്ടിപ്പടുത്ത സ്വപ്നങ്ങളാ തകർന്നു പോയത്. എല്ലാം പോയൊരവസ്ഥയിലാണ് ഞാനിപ്പോ. കുമാരേട്ടാ, അമ്മമ്മ ഡിസ്ചാർജ് ആയി പോയോ? അപ്പൊ കുട്ടി അറിഞ്ഞില്ലേ? കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു. ഒരു കുഴപ്പമില്ലായിരുന്നു. രാത്രി ഉറങ്ങാൻ കിടന്നതാ. രാവിലെ നേഴ്സ് എന്ന് വിളിച്ചപ്പോ ഒരനക്കവും ഇല്ല. മരിക്കണേന്റെ തലേന്ന് ഇതെന്നെ ഏൽപ്പിച്ചിരുന്നു. ശിവനോ മോളോ വന്നാ തരാൻ പറഞ്ഞു. ശിവന്റെ കാര്യം പത്രത്തിൽ കണ്ടു. ആ 2 ദിവസവും ഞാൻ പത്രം കൊടുത്തില്ല അമ്മൂമ്മയ്ക്ക്. പക്ഷേ മരിക്കണേന്റെ തലേന്ന് വിവരം അറിഞ്ഞിരിക്കണോ? ഞങ്ങളുടെ നാട്ടിലൊരു അമ്പലമുണ്ട്, മംഗല്യങ്കാവ്. നല്ല ശക്തിയുള്ള ദേവിയാ. വിവാഹത്തിന് മുൻപ് മക്കൾ അവിടെ ചെന്നൊന്ന് തൊഴണം. ദോഷങ്ങളൊക്കെ തീർന്നു കിട്ടും. പ്രാണസഖി ഒറ്റയ്ക്കാണല്ലോ. നീ ഇവിടെ എത്തിയിട്ടുണ്ടെന്നറിഞ്ഞപ്പോ കാണാനൊരു മോഹം. ദൈവത്തോട് ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചിരുന്നു, നിന്നെ ഒറ്റയ്ക്കൊന്ന് കാട്ടിത്തരണേന്ന്. അതിത്ര പെട്ടെന്നാവെന്ന് കരുതിയില്ല. പ്ലീസ്. അയ്യോ കേട്ടില്ലടാ, ഇത്ര നല്ലൊരു കുട്ടിയെ നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോടാ? ആരും ഇല്ലാത്തൊരു കുട്ടിയെ നീ ഇങ്ങനെ വിഷമിപ്പിക്കുന്നേ, ദൈവകോപം കിട്ടും. ഇതെന്താ നോക്കട്ടെ, ഇത് കണ്ടില്ലേ? മോതിരമായി നടക്കുക ഇവള്. ഞാനൊന്ന് ഇട്ട് നോക്കട്ടെടി, എന്റെ കൈ പാകാണെങ്കിൽ കൂടെ വരൂ നീ. ഈ സുബോധ് ആരാന്നറിയോ നിനക്ക്? ഇങ്ങനൊരു ഭാവത്തിൽ എനിക്കൊന്ന് കാണണം അവനെ, അവന്റെ മറ്റവന്മാരെ. പറഞ്ഞു കൊടുത്തേക്ക് ശിവനോട്.
സുബോധ ഇവിടെ കാത്തിരിക്കുന്നുള്ളത്. ഓടി.